നമസ്കാരം, ഈ അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കേരള ബാങ്കിൻ്റെയൊക്കെ സിലബസിലുള്ള ഒരു ടോപ്പിക്കാണ് 1912 ആക്ട്. അപ്പോൾ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് HDC ടെക്സ്റ്റിൻ്റെ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റിൻ്റെയൊക്കെ ബേസിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ദ വൈസ്രോയ് ഡ്യൂറിങ് ദ ടൈം ഓഫ് എനാക്ടിങ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 ലോർഡ് ഹാർഡിഞ്ച് ടൂവ്. അപ്പം കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1912 എനാക്ട് ചെയ്യുമ്പോഴത്തെ വൈസ്രോയ് ലോർഡ് ഹാർഡിഞ്ച്. ലയബിലിറ്റി ഓഫ് എ പാസ്റ്റ് മെമ്പർ ഷാൽ കണ്ടിന്യൂ ഫോർ എ പീരീഡ് ഓഫ് ഡാഷ് ഇയർ ആസ് പെർ 1912 ആക്ട് 2 years. അപ്പം 1912 ആക്ട് പ്രകാരം ലയബിലിറ്റി ഓഫ് പാസ്റ്റ് മെമ്പർ കണ്ടിന്യൂ ഫോർ എ പീരീഡ് ഓഫ് 2 years 2 വർഷത്തേക്ക് ലയബിലിറ്റി ഓഫ് പാസ്റ്റ് മെമ്പർ കണ്ടിന്യൂ ചെയ്യും. ലയബിലിറ്റി ഓഫ് ഡിസീസ്ഡ് മെമ്പർ ആണെങ്കിൽ 1 year ഫ്രം ഡേറ്റ് ഓഫ് ഹിസ് ഡെത്ത്. ഇപ്പം 1912 ആക്ട് പ്രകാരം ഒരു പാസ്റ്റ് മെമ്പറുടെ ലയബിലിറ്റി 2 കൊല്ലം കണ്ടിന്യൂ ചെയ്യുകയും ഒരു ഡിസീസ്ഡ് മെമ്പറുടെ ലയബിലിറ്റി ആണെങ്കിൽ 1 year ഫ്രം ഡേറ്റ് ഓഫ് ഹിസ് ഡെത്ത് കണ്ടിന്യൂ ചെയ്യും. ആസ് പെർ 1912 ആക്ട് സൊസൈറ്റി ഹാസ് ദ പവർ ടു അമെൻഡ് ബൈലോ. ഇപ്പം 1912 ആക്ട് പ്രകാരം സൊസൈറ്റിക്ക് ബൈലോ അമെൻഡ് ചെയ്യാനുള്ള പവറുണ്ട്. 1 copy of proposed bylaw is required for registration. ഇപ്പോൾ പ്രപ്പോസ്ഡ് ബൈലോയുടെ 1 കോപ്പിയാണ് 1912 ആക്ട് പ്രകാരം രജിസ്ട്രേഷന് വേണ്ടിയത്. ഗോഡ് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് ലോ ഇൻ ഇന്ത്യ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912. ഇപ്പം കോപ്പറേറ്റീവ് ലോ, ഇന്ത്യയിലെ കോപ്പറേറ്റീവ് ലോയുടെ ഗോഡ് ഫാദർ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 ആണ്. അതെന്ന് പറയുന്നത് ആക്ട് നമ്പർ 2 ഓഫ് 1912 ആണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1 March 1912. 1912 ആക്ട് പാസ് ചെയ്തതെന്ന് പറഞ്ഞാൽ 1904 ആക്ടിൻ്റെ മിസ്റ്റേക്കൊക്കെ റെക്ടിഫൈ ചെയ്യാനായിട്ടാണ്. അപ്പം ഗോഡ് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് ലോ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 ആണ്. അതെന്ന് പറയുന്നത് ആക്ട് നമ്പർ 2 ഓഫ് 1912 ആണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1 March 1912. 1912 ആക്ട് പാസ് ചെയ്തതെന്ന് പറഞ്ഞാൽ 1904 ആക്ടിൻ്റെ മിസ്റ്റേക്കുകൾ റെക്ടിഫൈ ചെയ്യാനായിട്ടാണ്. മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ഫോർ രജിസ്റ്ററിങ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് പെർ 1912 ആക്ട്. അതെന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 10 persons എബവ് ദ ഏജ് ഓഫ് 18 years. അപ്പം 1912 ആക്ട് പ്രകാരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണ മിനിമം നമ്പർ ഓഫ് പേഴ്സൺ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 10 persons എങ്കിലും 18 വയസ്സിന് മുകളിലുള്ളവർ. ആസ് പെർ 1912 ആക്ട് രജിസ്ട്രാർ ആഫ്റ്റർ ഇൻസ്പെക്ഷൻ ഓർ ഇൻക്വയറി ഓർ ആൻ ആപ്ലിക്കേഷൻ റിസീവ്ഡ് ഫ്രം 75% ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി മേ ക്യാൻസൽ ദ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി. അപ്പം 1912 ആക്ട് പ്രകാരം രജിസ്ട്രാർ ഒരു സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ ആഫ്റ്റർ ഇൻസ്പെക്ഷൻ ഓർ എൻക്വയറി അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ 75% ഓഫ് ദ മെമ്പേഴ്സ്, സൊസൈറ്റിയിലുള്ള 75%, അതെന്ന് പറയുന്നത് 3/4 ഓഫ് ദ മെമ്പേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ക്യാൻ എക്സംപ്റ്റ് എനി സൊസൈറ്റി ഓർ എനി ക്ലാസ് ഓഫ് സൊസൈറ്റി ഫ്രം എനി പ്രൊവിഷൻസ് ഓഫ് 1912 ആക്ട്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഏതെങ്കിലും സൊസൈറ്റിയോ അല്ലെ ഏതെങ്കിലും ഒരു തരം സൊസൈറ്റീനെയൊക്കെ, ഒരു ക്ലാസ് ഓഫ് സൊസൈറ്റീനെയൊക്കെ ഈ ആക്ടിൻ്റെ പ്രൊവിഷൻസിൽ നിന്നൊക്കെ എക്സംപ്റ്റ് ചെയ്യാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പറ്റും. ആസ് പെർ 1912 ആക്ട് ഓഡിറ്റ് കണ്ടക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അതർ പേഴ്സൺസ് ഹു ആർ എൻട്രസ്റ്റഡ് ഫോർ ദ പർപ്പസ് ബൈ ദ രജിസ്ട്രാർ. ഇപ്പം 1912 ആക്ട് പ്രകാരം ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് രജിസ്ട്രാർ ഈ ഡ്യൂട്ടി എൻട്രസ്റ്റ് ചെയ്തിരിക്കുന്ന മറ്റു വ്യക്തികൾ വഴിയാണ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. രജിസ്ട്രാർ ഓർ കളക്ടർ ഹാവ് ദ പവർ ടു കളക്ട് ആൻഡ് ആക്സസ് ഓൾ ബുക്സ് ആൻഡ് അക്കൗണ്ട്സ്. ഇപ്പം 1912 ആക്ട് പ്രകാരം രജിസ്ട്രാറിനും കളക്ടറിനും ഒക്കെ ഈ സൊസൈറ്റിയുടെ എല്ലാ ബുക്സും അക്കൗണ്ട്സും ഒക്കെ ആക്സസ് ചെയ്യാനുള്ള പവറുണ്ട്. ഈച്ച് പ്രൊവിൻസ് മേക്ക് റൂൾസ് ടു റെഗുലേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് പെർ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. അപ്പം ഈ 1912 ആക്ട് പ്രകാരം ഓരോ പ്രൊവിൻസിനും റൂൾസ് ഉണ്ടാക്കാൻ പറ്റും. കോപ്പറേറ്റീവ് സൊസൈറ്റി, ആ ഏരിയയിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള റൂൾസ് ഉണ്ടാക്കുന്നത് ആ പ്രൊവിൻസാണ്.
If the member of the society is another registered society, proxy can be appointed for exercising votes. അപ്പം ഒരു സൊസൈറ്റിയുടെ മെമ്പർ എന്ന് പറയുന്നത് മറ്റൊരു രജിസ്റ്റേർഡ് സൊസൈറ്റി ആണെങ്കിൽ വോട്ട് എക്സർസൈസ് ചെയ്യാനായിട്ട് പ്രോക്സീനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 പ്രൊവൈഡ്സ് ഫോർമേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് ആൻഡ് അൺലിമിറ്റഡ് ലയബിലിറ്റി. അപ്പം കോപ്പറേറ്റീവ് സൊസൈറ്റി 1912 ആക്ട് പ്രകാരം ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റിയും അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റിയും ഫോം ചെയ്യാൻ പറ്റും. ലയബിലിറ്റി ഓഫ് എ സൊസൈറ്റി ഓഫ് വിച്ച് എ മെമ്പർ ഈസ് എ രജിസ്റ്റേർഡ് സൊസൈറ്റി ഷാൽ ബി ലിമിറ്റഡ്. അപ്പം ഒരു സൊസൈറ്റിയുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കണം. അതിൻ്റെ അകത്ത് മെമ്പറായിട്ടൊരു രജിസ്റ്റേർഡ് സൊസൈറ്റി ഉണ്ടെങ്കിൽ. നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വെയർ സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ ഇൻ 1912. അപ്പം 1912 ആക്ടിന് ശേഷമാണ് ഇന്ത്യയിൽ നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സ്റ്റാർട്ട് ചെയ്തത്. ദ സെക്കൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ഇൻ ഇന്ത്യ വാസ് പാസ്ഡ് ഇൻ 1912. ഇപ്പം 1912 ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സെക്കൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് 1904 ആക്റ്റാണ്. 1912 ആക്ട് പെർമിറ്റഡ് ദ ഫോർമേഷൻ ഓഫ് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവ് യൂണിയൻസ്, ബാങ്കിങ് യൂണിയൻസ്, സെൻട്രൽ സൊസൈറ്റി, കോപ്പറേറ്റീവ് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ക്രെഡിറ്റ് സൊസൈറ്റീസ്. അപ്പം 1912 ആക്ട് പെർമിറ്റ് ചെയ്തത് ഫോർമേഷൻ ഓഫ് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫോർമേഷന് പെർമിറ്റ് ചെയ്തു. കോപ്പറേറ്റീവ് യൂണിയൻസ്, ബാങ്കിങ് യൂണിയൻസ്, സെൻട്രൽ സൊസൈറ്റീസ്, കോപ്പറേറ്റീവ് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഇപ്പോൾ ക്രെഡിറ്റ് സൊസൈറ്റീസ് നേരത്തെ 1904 ആക്ട് വഴി ഉണ്ടായിരുന്നു. പിന്നെ 1912 വന്നപ്പോൾ അഡീഷണലായിട്ട് നോൺ ക്രെഡിറ്റും കോപ്പറേറ്റീവ് യൂണിയൻസ്, ബാങ്കിങ് യൂണിയൻസ്, സെൻട്രൽ സൊസൈറ്റീസ്, കോപ്പറേറ്റീവ് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതെല്ലാം ഫോം ചെയ്യാൻ പറ്റി. സൊസൈറ്റീസ് ക്യാൻ പർച്ചേസ് ദ ഷെയർ ഓഫ് അനദർ സൊസൈറ്റി. അപ്പം 1912 ആക്ട് പ്രകാരം സൊസൈറ്റീസിന് മറ്റ് സൊസൈറ്റീസിൻ്റെ ഷെയർ പർച്ചേസ് ചെയ്യാൻ പറ്റും. The number of votes to a member in an unlimited society as per 1912 ആക്ട് പ്രകാരം ഒരു അൺലിമിറ്റഡ് സൊസൈറ്റിയിൽ ഒരു മെമ്പറിൻ്റെ നമ്പർ ഓഫ് വോട്ട്സ് എന്ന് പറയുന്നത് 1. അതേസമയം ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റിയിലാണെങ്കിൽ എ മെമ്പർ മേ ഹാവ് ആസ് മെനി വോട്ട്സ് ആസ് ലെയ്ഡ് ഇൻ ദ ബൈലോസ്. ഇപ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റിയിലാണെങ്കിൽ ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം എത്ര വോട്ട്സ് വേണേൽ ആവാം. അപ്പം അൺലിമിറ്റഡ് സൊസൈറ്റിയിലാണ് ഒരു വോട്ട് മെമ്പേഴ്സിനുള്ളത്. ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റിയിലാണെങ്കിൽ നമ്പർ ഓഫ് വോട്ട്സ് ഡിസൈഡ് ചെയ്തിട്ടില്ല. ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം എത്ര വോട്ട് വേണേൽ ആകാം. രജിസ്ട്രാർ അപ്പോയിൻറ്റ് ലിക്വിഡേറ്റർ ആസ് പെർ 1912 ആക്ട്. 1912 ആക്ട് പ്രകാരം ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് രജിസ്ട്രാറാണ്. 10% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ഷാൽ ബി പ്രൊവൈഡഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ്. അപ്പം 1912 ആക്ട് പ്രകാരം 10% ഓഫ് നെറ്റ് പ്രോഫിറ്റാണ് ചാരിറ്റബിൾ പർപ്പസിന് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് 1912 ആക്ടിൻ്റെ. അപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള വീണ്ടും ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോസിൽ ആഡ് ചെയ്യാം. നമുക്ക് പോയിൻറ്റ്സ് എല്ലാം ഒന്നുകൂടെ നോക്കാം. വൈസ്രോയ് ഡ്യൂറിങ് ദ ടൈം ഓഫ് എനാക്ടിങ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 എന്ന് പറയുന്നത് ലോർഡ് ഹാർഡിഞ്ച്. ലയബിലിറ്റി ഓഫ് എ പാസ്റ്റ് മെമ്പർ ഷാൽ കണ്ടിന്യൂ ഫോർ എ പീരീഡ് ഓഫ് 2 years ആസ് പെർ 1912 ആക്ട്. ഡിസീസ്ഡ് മെമ്പറുടെ ലയബിലിറ്റി ആണെങ്കിൽ 1 year ഫ്രം ഹിസ് ഡേറ്റ് ഓഫ് ഡെത്ത്. ആസ് പെർ 1912 ആക്ട് സൊസൈറ്റി ഹാസ് ദ പവർ ടു അമെൻഡ് ബൈലോ. 1 copy ഓഫ് ദ പ്രപ്പോസ്ഡ് ബൈലോ ഇസ് റിക്വയർഡ് ഫോർ രജിസ്ട്രേഷൻ. ഗോഡ് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് ലോ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 ആണ്. അതെന്ന് പറയുന്നത് ആക്ട് 2 ഓഫ് 1912 ആണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1 March 1912. 1912 ആക്ട് പാസ് ചെയ്തതെന്ന് പറഞ്ഞാൽ 1904 ആക്ടിൻ്റെ മിസ്റ്റേക്സ് ഒക്കെ റെക്ടിഫൈ ചെയ്യാനായിട്ടാണ്. മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ഫോർ രജിസ്റ്ററിങ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് പെർ 1912 ആക്ട് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 10 persons എബവ് ദ ഏജ് ഓഫ് 18 years. As per 1912 Act, registrar after inspection or inquiry or an application received from 75% അല്ലെങ്കിൽ 3/4 of the members of the society
മേ ക്യാൻസൽ ദ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഒരു സൊസൈറ്റീനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരം സൊസൈറ്റീനെയൊക്കെ ഈ ആക്ടിൻ്റെ പ്രൊവിഷൻസിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 1912 ആക്ട് പ്രകാരം ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് രജിസ്ട്രാർ എൻട്രസ്റ്റ് ചെയ്യുന്ന പേഴ്സൺസ് ആയിരിക്കും. പിന്നെ രജിസ്ട്രാറിനോ കളക്ടറിനോ ഒക്കെ എല്ലാ ബുക്സും അക്കൗണ്ട്സും ഒക്കെ കളക്ട് ചെയ്യാനും ആക്സസ് ചെയ്യാനും ഒക്കെയുള്ള പവറുണ്ട്. പിന്നെ ഓരോ പ്രോവിൻസാണ് അതത് ഏരിയയിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് റൂൾസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇഫ് ദ മെമ്പർ ഓഫ് ദ സൊസൈറ്റി അനദർ രജിസ്റ്റേർഡ് സൊസൈറ്റി ആണെങ്കിൽ വോട്ട് ചെയ്യാനായിട്ട് പ്രോക്സീനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 പ്രകാരം ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റിയും അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റിയും ഫോം ചെയ്യാൻ പറ്റും. ഇപ്പം 1912 ആക്ട് പ്രകാരം ലയബിലിറ്റി ഓഫ് എ സൊസൈറ്റി ഓഫ് വിച്ച് എ മെമ്പർ ഈസ് രജിസ്റ്റേർഡ് സൊസൈറ്റി മെമ്പറായിട്ടുള്ള സൊസൈറ്റീസിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കണം. നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത് 1912 ആക്ടിന് ശേഷമാണ്. സെക്കൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതാണ് 1912 ആക്ട്. 1912 ആക്ട് പെർമിറ്റഡ് ദ ഫോർമേഷൻ ഓഫ് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കോപ്പറേറ്റീവ് യൂണിയൻസ്, ബാങ്കിങ് യൂണിയൻസ്, സെൻട്രൽ സൊസൈറ്റീസ്, കോപ്പറേറ്റീവ് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ക്രെഡിറ്റ് സൊസൈറ്റീസും ഫോം ചെയ്യുക. അത് 1904 ആക്ട് വന്നപ്പോഴേ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ ഫോർമേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയൊക്കെ 1912 ആക്ട് വന്നപ്പം അഡീഷണൽ ആയിട്ട് നോൺ ക്രെഡിറ്റും കോപ്പറേറ്റീവ് യൂണിയൻസ്, ബാങ്കിങ് യൂണിയൻസ്, സെൻട്രൽ സൊസൈറ്റീസ്, കോപ്പറേറ്റീവ് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഫോം ചെയ്യാൻ തുടങ്ങി. സൊസൈറ്റീസ് ക്യാൻ പർച്ചേസ് ദ ഷെയർ ഓഫ് അനദർ സൊസൈറ്റി. നമ്പർ ഓഫ് വോട്ട്സ് ടു എ മെമ്പർ ഇൻ ആൻ അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി. ഇപ്പം 1912 ആക്ട് പ്രകാരം ഒരു മെമ്പറിന് അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസിലാണെങ്കിൽ ഒരു വോട്ടാണുള്ളത്. ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസിലാണെങ്കിൽ പല വോട്ടാകാം. അത് ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം. പിന്നെ 1912 ആക്ട് പ്രകാരം ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് രജിസ്ട്രാറാണ്. 10% ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ് ആണ് ചാരിറ്റബിൾ പർപ്പസിന് യൂസ് ചെയ്യുന്നത്. അപ്പം വീഡിയോസൊക്കെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. അപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ ഉള്ളത് അടുത്ത വീഡിയോസിലൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇഷ്ടമായ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.